ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളിത് പച്ചരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചെറുതായിട്ടൊന്ന് ചീകിയതാണ്. അതിനകത്തോട്ട് 3/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. നല്ല ശർക്കരയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അരി ഏത് വേണമെങ്കിലും എടുക്കാം. ബസ്മതി അരി എടുക്കാം, അതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് 4 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് പച്ചരി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചരിക്ക് പകരം നെയ്ച്ചോറുണ്ടാക്കുന്ന അരിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ട് തന്നെ ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് ഒഴിക്കരുത്, കാരണം ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ കുറച്ച് മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ മുഴുവൻ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ അത് മറന്നു പോകേണ്ട അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം ലൂസായിട്ടുള്ള മാവാണ് ഉണ്ടാവുക. ഇനി നമുക്ക് വീണ്ടും നല്ല പോലെ ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ മാവെന്ന് പറയുന്നത് വെള്ളം പോലെ വേണം ഇരിക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും 1/4 കപ്പ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നല്ല വെള്ളം മാതിരിയാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കൽ നിർബന്ധമാണ്. നന്നായിട്ട് അരിച്ചെടുത്ത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ ആകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിണ്ണത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ചെറിയൊരു ഹോളുള്ള അരിപ്പുണ്ടല്ലോ, അതിനകത്ത് വേണം ഇത് അരിച്ചെടുക്കാൻ. അപ്പോൾ പച്ചരിയൊക്കെ ഇങ്ങനെ അടിയിൽ കിടപ്പുണ്ടാവും. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഒരു പാല് മുഴുവൻ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വേവിക്കാനുള്ള പാത്രമാണ്. നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്താൽ മതി. ഞാനൊരു കേക്ക് പാനും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യൊന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു ആവിപാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പാനാണ്. അതിലേക്ക് കുറച്ച് മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് കുറച്ച് തിന്നായിട്ട് ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. കട്ടി കൂടുമ്പോൾ ആ ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൽ നമ്മളൊരു അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് അടപ്പ് വെച്ച് കൊടുത്തത്. കാരണം അടപ്പ് വെച്ചിട്ടില്ല, അതിനകത്തോട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ നിങ്ങൾ ആദ്യമേ അതൊന്ന് വെക്കുക. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ. നിങ്ങളൊന്ന് സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ മതി. ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിടാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഓരോ പീസായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കുട്ടീസിനൊക്കെ നല്ല കൊടുക്കാൻ പറ്റിയതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും ഇവിടെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.